ക്രിക്കറ്റ് സിദ്ധാന്തത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ IPL പഞ്ചാബ് കിങ്സും സൺറൈസേഴ്സ് ഹൈദരാബാദും തമ്മിലാണ് മത്സരം. ഒരു കടുത്ത പോരാട്ടം തന്നെ ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട്. നമുക്ക് ഏതായാലും ഈ മത്സരത്തിൽ നിന്ന് ടീം ന്യൂസും പ്രോബബിൾ ലൈനപ്പും പിച്ച് റിപ്പോർട്ടും വിശദമായിട്ട് നോക്കാം. മത്സരം നടക്കുക ഹൈദരാബാദിലെ പിച്ചിലാണ്. ഹൈദരാബാദ് പിച്ചിൽ വേണ്ടി നമുക്കറിയാമല്ലോ, റൺസ് എന്ന കാര്യത്തിൽ ഒരു സംശയങ്ങളും ഇന്ന് വേണ്ട. ഇന്ന് 200 ആവറേജ് സ്കോർ പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ പോയാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. എക്സ്പെക്ടഡ് ടു ബി ക്ലൗഡി ഇൻ ഹൈദരാബാദ് എന്ന് പറയുന്നുണ്ട്. ഒരു പക്ഷേ മഴ പെയ്യാനുള്ള സാധ്യതയും കൂടുതലാണെന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. ഏതായാലും മത്സരം നടക്കട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളൂ. പിന്നെ മറ്റൊരു കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോ SRH 5 മത്സരം ജയിച്ചിട്ട് കഴിഞ്ഞാൽ KKR പരാജയപ്പെടുത്താൻ വരുന്നത്. പഞ്ചാബ് ആവട്ടെ തുടരെ 2 തോൽവികളോ തിരിച്ചാണ് വരുന്നത്. അതായത് ശ്രദ്ധിക്കാം, പഞ്ചാബിനെയും ചെയ്യുമ്പോൾ കൂടിയാണ്. പക്ഷേ ഫസ്റ്റ് ബാറ്റിംഗിന്റെ സ്കോർ ഡിഫെൻഡ് ആയിട്ട് പലപ്പോഴായിട്ട് പറ്റിയിട്ടുള്ള കാര്യത്തിൽ നോക്കണം. SRH അവർക്ക് മാക്സിമം അനുസരിച്ച് ഡിഫെൻഡ് ചെയ്യാനായിട്ട് ശക്തി പ്രശ്നമാണ്. ശശി ചെയ്യുന്നത് നല്ല SRH വലിയ സ്കോറിലേക്ക് നമ്മൾ കാണുന്നുണ്ടത്. ഈ ചെയ്യുന്ന ആ സ്കോറിലേക്ക് പ്രഷർ ചെയ്തിടുന്ന അവരുടെ പണി. ഇവ രണ്ടുപേരും ഇക്കൊല്ലം ആദ്യം നമുക്കത് മറ്റു കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ അഭിഷേക് ശർമ്മയും ട്രാവിസ് ഹെഡ് രണ്ടുപേരും മികച്ച രീതിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അഭിഷേക് ശർമ്മ ആവട്ടെ ഈ സീസണിൽ 197 ബാറ്റിംഗ്, ട്രാവിസ് ഹെഡും അതുപോലെ തന്നെ രണ്ടുപേരും അതുപോലെ തന്നെ കളിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോ 23 batters has scored at least 50 runs in season. അതായത് 4 പ്ലെയർ പഞ്ചാബ് നോക്കണം. പിന്നെ പാറ്റ് കമ്മിൻസ് ഇതുവരെ നമ്മുടെ ഫിനാൻഷ്യലി 30 റൺസിനെ ഔട്ട് ആക്കിയിട്ടില്ല. 13 റൺസാണ് 4 കൊടുത്തപ്പോൾ 25 റൺസിന് 17 ബോളിൽ SRH ക്യാപ്റ്റനെതിരെ അടിച്ചു കൂട്ടിയതെന്നുള്ളതിനെ ഓർക്കണം. മറ്റു കാര്യങ്ങളൊക്കെ ഇത് വന്നു കഴിഞ്ഞാൽ ഹർഷ്ദീപ് സിംഗിന്റെ കാര്യം നമ്മുടെ മാർക്കേഴ്സിന്റെ കയ്യിൽ. 2 പേര് മികച്ച ഫോമിലെല്ലാം കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഹർഷ്ദീപ് സിംഗ് അനാവശ്യം എതിരായ അപ്പുറത്ത് രാവിലെ നിഷാൻ പോലെയാണ്. അത് മാത്രമല്ല ലെഫ്റ്റി ആണെന്ന് കാര്യം ഓർക്കണം. അപ്പോ അശ്വാസിന് എന്താവുമെന്ന് അറിയില്ല. അശ്വിന് മോസ്റ്റ് എക്സ്പെൻസീവ് ബോളറാണ്. 10.38 അദ്ദേഹം കാര്യം കൂടെ നോക്കേണ്ടതല്ലേ. മാൻസന്റെ കാര്യത്തിലേക്ക് വന്നാലും മാൻസനും ഒരേ പോലെ കളിച്ചുകൊണ്ടിരിക്കുന്നത് മറക്കേണ്ടതില്ല. ഇഷാൻ മലിംഗയുടെ കാര്യം, ഇഷാൻ മലിംഗയുടെ മികച്ച രീതിയിലാണ് പറയുന്നത്. കഴിഞ്ഞ മത്സരം അല്പം ഓഫിലായിരുന്ന കാര്യം മറക്കുന്നില്ല. എന്നാൽ പോലും അദ്ദേഹത്തെ മികച്ച രീതിയിൽ പന്തറിയുന്നുണ്ട്. അദ്ദേഹം പക്ഷേ കേൾക്കാൻ വളരെ എക്സ്പെൻസീവ് ആയിരുന്ന കാര്യം കൂടി ഇവിടെ നോക്കേണ്ട. പക്ഷെ എന്നാൽ പോലും മലിംഗയുടെ കളികളുടെ ഫോമുകൾ കാണാൻ പറ്റും. അതുകൊണ്ട് മികച്ച രീതിയിലാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. പിന്നീടൊരു കാര്യം, നിതീഷ് കുമാർ റെഡ്ഡി കഴിഞ്ഞ കളി കളിച്ചിട്ടില്ല. അദ്ദേഹം ഇത് ക്വിറ്റാണെന്നാണ് പറയുന്നത്. പക്ഷെ അദ്ദേഹം കളിച്ചാൽ കഴിഞ്ഞ 2 ദിവസം മാറി പുറത്തിരിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ വധേരിയോ ശശാങ്ക് സിംഗിനോട് കളിക്കാൻ സാധ്യതയുണ്ട്. കാരണം വധേരി മികച്ച ഫോമിൽ കളിക്കുന്നില്ല. ഒരു പക്ഷെ അദ്ദേഹം നേരം ശശാങ്ക് സിംഗിന് എത്താനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ പറയുന്നത്. പിന്നീട് കാര്യങ്ങൾ അഭിഷേക് ശർമ്മ ഈ മീഡിയം പേസിനെതിരെ വലിയ രീതിയിൽ ഇപ്പോൾ സ്ട്രഗിൾ ചെയ്യുന്ന കാഴ്ച കാണുന്നുണ്ട്. അപ്പൊ അത് യൂട്ടിലൈസ് ആക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്ന കാര്യത്തിൽ തർക്കവും വേണ്ട. ഒരു BBKസും തുടരുണ്ട്. തോൽവിയായിട്ട് പക്ഷേ സ്ട്രഗിൾ ഇല്ല. എന്നാൽ ഇന്ന് പരാജയപ്പെടാതെ പറ്റിക്കുന്നതായിട്ട് തർക്കവും വേണ്ട. മാർക്കസ് സ്റ്റോയിനസിന്റെ കാര്യം, അദ്ദേഹം മികച്ച ഫോണാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. സ്റ്റോയിനസും സൂര്യൻ ഷെട്ടിയും കഴിഞ്ഞ 2 പേരുടെയും പ്രകടനം എടുത്ത് പറയേണ്ടതാണ്. നമുക്ക് ഏതായാലും 2 ടീമിന്റെയും പ്രോബബിൾ ലൈനപ്പും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ SRHന് വേണ്ടിയിട്ട് ട്രാവിസ് ഹെഡ് മത്സരിച്ചുകൊണ്ട് ഓപ്പൺ ചെയ്ത ഇഷാൻ കിഷൻ നമ്പറിലും 2 ക്ലാസ് നമ്പർ ഫോർവേഡ് നിതീഷ് കുമാർ അനികേത് വർമ്മ നമ്പർ 6 കളിച്ച് അൽസരി നമ്പർ 7, പാറ്റ് കമ്മിൻസ് നമ്പർ 8, ഹർഷൽ പട്ടേൽ നമ്പർ 9, ഇഷാൻ നമ്പർ 10, ശിവകുമാർ നമ്പർ 7, ഇമ്പാക്ട് പ്രഫുലിൻ ജോ ശക്തി പിടിച്ചവർക്ക് പറഞ്ഞത്. ഇനി PBKസ് പ്രിയാൻ ശരി ഓപ്പൺ ചെയ്തിട്ട് ശേഷം നമ്പർ 4, സൂര്യൻ ഷെട്ടി നമ്പർ 5, ശശാങ്ക് സിംഗ് और नहल वधेर नंबर 6, मार्कस स्टोइनिस नंबर 7, मार्क वेन्स नंबर 8, सेवन बैटरी नंबर 9, हर्षदीप सिंग नंबर 11, വിജയ് കുമാർ അഭിഷേക് ഇമ്പാക്ട് കളിക്കാനുണ്ടാകും. അതായത് മികച്ച പോരാട്ടങ്ങളെ പ്രതീക്ഷിച്ച നമ്മുടെ പ്രേക്ഷകർ ഇന്നത്തെ മത്സരത്തിൽ
ഭാരത് വിജയിക്കുമെന്നാണ് ക്രിക്കറ്റിനെ പറ്റി കൂടുതൽ വിശേഷങ്ങൾ